ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളം ആരോഗ്യം സമ്പത്ത് എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി ബുക്കാണ് നമ്മളിന്ന് എടുക്കുന്നത് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 2ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ STD2 ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം അതിൽ നിന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോക്കൂ, ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? പ്രവർത്തനം 9.1 സംഭാഷണമാക്കാം. കൊതിച്ചി കൊതുകിൻ്റെയും കുറുമ്പൻ ഈച്ചയുടെയും കഥാഭാഗം സംഭാഷണമാക്കി എഴുതൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നോക്കൂ, ഈച്ച എന്താ പറയുന്നേ? എനിക്ക് വിശക്കുന്നു. കൊതുക് എന്താ പറഞ്ഞേ? എൻ്റെ വിശപ്പ് മാറി. അപ്പം ഈച്ച എന്തായിരിക്കും പറഞ്ഞ? അതെങ്ങനെ അല്ലേ, നിന്റെ വിശപ്പ് എങ്ങനെയാണ് മാറിയത്? അപ്പം കൊതുക് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ദാ അവിടെ ഒരു ചെറുക്കൻ, ഞാൻ അവനെ കുത്തി ചോര കുടിച്ചു. പിന്നെ ഈച്ച എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എനിക്ക് പേടിയാണ്, നീയും എൻ്റെ കൂടെ വരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 9.2 കത്തെഴുതാം. നിങ്ങൾ സ്കൂൾ അടുക്കള സന്ദർശിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തി ഹെഡ് മാസ്റ്റർക്ക് ഒരു കത്തെഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് കത്തെഴുതി നോക്കാം കേട്ടോ. കത്തെഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതണം മക്കളെ? തീയതിയും സ്ഥലവും എഴുതണം അല്ലേ. ഇത് നോക്കൂ, ബഹുമാനപ്പെട്ട സർ, ഞങ്ങളുടെ ക്ലാസ്സിലെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് ഞങ്ങൾ സ്കൂൾ അടുക്കള സന്ദർശിക്കുകയുണ്ടായി. സന്ദർശന വേളയിൽ ഞങ്ങൾ നിരീക്ഷിച്ച കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. അടുക്കളയും പരിസരവും വളരെ വൃത്തിയുള്ളതാണ്. ഭക്ഷ്യസാധനങ്ങളും പാകം ചെയ്ത ഭക്ഷണവും ശരിയായ രീതിയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ശുദ്ധമായ വെള്ളമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത്. അരിയും പച്ചക്കറികളും കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് പാചകം ചെയ്യുന്നത്. മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നുണ്ട്. പാചകക്കാർ ഏപ്രൺ, തലയിൽ തൊപ്പി എന്നിവ ധരിക്കുകയും വ്യക്തി ശുചിത്വം പാലിക്കുകയും ചെയ്യുന്നുണ്ട്. സ്കൂളിൽ വളരെ ആരോഗ്യകരമായ സാഹചര്യത്തിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി തന്ന സാറിനോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. വിശ്വസ്തയോടെ ഒപ്പ്, സ്വാതിയും കൂട്ടുകാരും. ഇപ്പൊ ചെറിയൊരു കത്തിന്റെ ഒരു ഫോർമാറ്റാണ് നമ്മളിപ്പോൾ പഠിച്ചത് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 9.3 നാരങ്ങ വെള്ളം തയ്യാറാക്കാം. ശുചിത്വശീലങ്ങൾ പാലിച്ച് നാരങ്ങ വെള്ളം തയ്യാറാക്കൂ. പാചകക്കുറിപ്പ് എഴുതൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നാരങ്ങ വെള്ളം തയ്യാറാക്കുന്ന ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളൊന്ന് എഴുതി നോക്കാം കേട്ടോ. ആവശ്യമായവ: നാരങ്ങ, വെള്ളം, പഞ്ചസാര, ഉപ്പ്. ഇനി എന്താണ് തയ്യാറാക്കുന്ന വിധം? ഒരു പാത്രം വെള്ളത്തിലേക്ക് നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അത്രയേ ഉള്ളൂ നാരങ്ങ വെള്ളം. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം അല്ലേ. അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 9.4 ഒന്നിച്ചു ചൊല്ലാം. നമുക്ക് അവിടെ ഒരു നാടൻ പാട്ട് തന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചൊല്ലി നോക്കാം അല്ലേ. താനാ തന്തിന്നാന താനാ തന്തിന്നാന, വൃത്തിയായിട്ടെന്നും പല്ലുകൾ തേക്കണം. താനാ തന്തിന്നാന താനാ തന്തിന്നാന, മുഖം കഴുകേണം, വായ കഴുകേണം. താനാ തന്തിന്നാന താനാ തന്തിന്നാന, കൈകൾ രണ്ടും കെട്ടി ഉരച്ചു കഴുകേണം. താനാ തന്തിന്നാന താനാ തന്തിന്നാന, നഖം മുറിക്കേണം, നിത്യം കുളിക്കേണം. താനാ തന്തിന്നാന താനാ തന്തിന്നാന, വഴിയിൽ തുപ്പരുതേ, വലിച്ചെറിയരുതേ. വൃത്തിയായിട്ടുറങ്ങാം, വൃത്തിയായിട്ടുണരാം, വൃത്തിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഓക്കെ, ചെറിയൊരു നാടൻ പാട്ടാണ്. അടുത്തത് നോക്കൂ. ചിത്രത്തിന് യോജിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാം. നമുക്ക് ആ കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ എഴുതാനാണ് പറയുന്നത് കേട്ടോ. എന്താണ് ചിത്രം തന്നിട്ടുള്ളത് അതിനനുസരിച്ച് എഴുതാനാ. അപ്പോൾ ഫസ്റ്റത്തെ ചിത്രം എന്താണ്? നഖം മുറിക്കുന്നതാണല്ലേ. അപ്പൊ എന്താണ് നമുക്ക് എഴുതേണ്ടത്? നഖം മുറിക്കണം. രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഒരു കുട്ടി പല്ല് തേക്കുന്നതാണ്. അപ്പൊ എന്താണ്? വൃത്തിയായി പല്ല് തേക്കണം അല്ലേ. അടുത്ത 2 ചിത്രങ്ങൾ നോക്കൂ. ഒന്നാമത്തേത് എന്താണ്? ഒരു കുട്ടി വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയി ഇടുന്നതാണല്ലേ. അപ്പൊ അതിനെ മാച്ച് ചെയ്തിട്ടുള്ള വരികൾ ഏതായിരുന്നു? വഴിയിൽ തുപ്പരുതേ, വലിച്ചെറിയരുതേ. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഒരു കുട്ടി കൈ നന്നായി കഴുകുന്നതാണല്ലേ. അപ്പൊ അതിനെ മാച്ച് ചെയ്തിട്ടുള്ള വരികൾ ഏതാണ്? കൈകൾ രണ്ടും കൂട്ടി ഉരച്ച് കഴുകണം. ഓക്കെ. അടുത്ത പ്രവർത്തനം നോക്കൂ. 9.5 രോഗങ്ങൾ ഏതെല്ലാം?
നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് അന്വേഷിച്ചെഴുതൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഏതെല്ലാം രോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും? പനി ഉണ്ടാവാറുണ്ട്, മന്ത്, കോളറ, നിപ്പ, എലിപ്പനി അല്ലേ, ജലദോഷം, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ. പനി, ജലദോഷം, വയറുവേദന, തലവേദന, കോളറ, പൊട്ടി, അഞ്ചാം പനി, ചെവിവേദന, ചിക്കുൻകുനിയ, ഡെങ്കിപ്പനി, പല്ലുവേദന, നെഞ്ചുവേദന, പ്രമേഹം, കൊളസ്ട്രോൾ, മഞ്ഞപ്പിത്തം. വേറെയും ഒരുപാട് അസുഖങ്ങളുണ്ടല്ലേ. മക്കൾക്ക് എത്ര വേണമെങ്കിലും എഴുതാട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. പ്രവർത്തനം 9.6. അഭിമുഖം നടത്താം. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രദേശത്തുള്ള ഡോക്ടറുമായോ ആരോഗ്യ പ്രവർത്തകരുമായോ അഭിമുഖം നടത്താനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഒരു ഡോക്ടറോടോ അല്ലെങ്കിൽ നേഴ്സ് അതുപോലുള്ള ആരോഗ്യ പ്രവർത്തകരോടോ ചോദ്യങ്ങൾ ചോദിക്കാനാണ്. അസുഖങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കി നോക്കാം. ഒന്നാമത്തെ നോക്കൂ. നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ ധാരാളമായി കണ്ടുവരുന്ന രോഗങ്ങൾ ഏതെല്ലാം? 2. പകർച്ചവ്യാധികൾ പടരാതിരിക്കാൻ കരുതേണ്ട മുൻകരുതലുകൾ എന്തെല്ലാം? 3. രോഗം പടർന്നാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? 4. പ്രതിരോധശേഷി ഉണ്ടാകാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം? 5. കൊതുക്, ഈച്ച, എലി തുടങ്ങിയ ജീവികളിൽ നിന്നും എങ്ങനെയെല്ലാമാണ് രോഗങ്ങൾ പടരുന്നത്? മക്കൾക്ക് വേണമെങ്കിൽ വേറെയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് എഴുതാട്ടോ. ഇനി അടുത്ത് നോക്കൂ. പ്രവർത്തനം 9.7. നോട്ടീസ് തയ്യാറാക്കാം. ആമ്പൽക്കടവ് LPS പരിസ്ഥിതി ക്ലബ്ബ് ഉദ്ഘാടനം. കൂട്ടുകാരെ, നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ഉദ്ഘാടനം 5/6/2025 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 സ്കൂളിലെ ഔഷധത്തോട്ടത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് കൺവീനർ പരിസ്ഥിതി ക്ലബ്ബ്. അപ്പം നമ്മൾ എങ്ങനെയാണ് മക്കളെ ഒരു നോട്ടീസ് എഴുതുന്നത് നോക്കൂ. ആദ്യം അതിനൊരു ബോർഡർ വരയ്ക്കണം അല്ലേ, അഥവാ ഒരു ബോക്സ് വരയ്ക്കണം. അതിനുശേഷം എന്തെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യണം? ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, എവിടെ വെച്ചാണ് നടക്കുന്നത്, എപ്പോഴാണ് നടക്കുന്നത്, പ്രധാന പരിപാടികൾ എന്തെല്ലാമാണ്, പിന്നെ ആരാണ് ക്ഷണിക്കുന്നത് എന്നെല്ലാം നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം കേട്ടോ. നോട്ടീസ് വായിച്ചല്ലോ. നിങ്ങൾ നടത്തുന്ന ശുചിത്വ സന്ദേശ റാലിയെക്കുറിച്ച് കൂട്ടുകാരെ അറിയിക്കാൻ നോട്ടീസ് തയ്യാറാക്കൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമ്മൾ ആദ്യം തന്നെ എന്തെഴുതണം? നമ്മുടെ സ്കൂളിന്റെ പേര് എഴുതണം. ഒരു ബോർഡർ അവിടെ ഉണ്ട്, എന്നാലും ബോർഡർ ഒന്ന് വരയ്ക്കാം. പിന്നെ എന്താണ് പ്രോഗ്രാം എന്ന് എഴുതണം, ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്, എവിടെ വെച്ചാണ്, എപ്പോഴാണ് എന്നെല്ലാം എഴുതി നമുക്കൊരു നോട്ടീസ് തയ്യാറാക്കി നോക്കാം കേട്ടോ. GLP സ്കൂൾ വേങ്ങര ശുചിത്വ റാലി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് ഒരു ശുചിത്വ റാലി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 27/1/2026 രാവിലെ 10:30 സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് റാലി പുറപ്പെടുന്നത്. സ്കൂൾ പ്രധാനാധ്യാപകൻ P. മജീദാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. റാലിയിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് സ്കൂൾ ലീഡർ. ചെറിയൊരു നോട്ടീസിന്റെ മാതൃകയാണ് ടീച്ചർ ഇവിടെ തന്നിട്ടുള്ളത്. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആരോഗ്യം സമ്പത്ത് എന്ന യൂണിറ്റിൻ്റെ ആക്ടിവിറ്റി ബുക്ക്. മക്കൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്